തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും UDF സഖ്യത്തിലാകും മത്സരിക്കുക എന്ന് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നേർക്കുനേർ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പൊന്മുണ്ടം പഞ്ചായത്തിലെ ലീഗുകാരും കോൺഗ്രസുകാരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും ഈ പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്നതാണ് ചരിത്രമെന്നിരിക്കെ ഇക്കുറിയും സാധ്യതകൾ മറിച്ചല്ല. ലീഗ് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധ്യതകൾ കുറവാണ്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സമവാക്യമല്ല പൊന്മുണ്ടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ലീഗും കോൺഗ്രസും എന്നും പരസ്പരം മത്സരിക്കുന്ന ചരിത്രമാണ് ഇവിടെ. കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെയുള്ള 16 സീറ്റിൽ 12 ലീഗും 4 കോൺഗ്രസും. ഇത്തവണ 2 വാർഡുകളാണ് അധികമായി കൂടിയത്. UDF സഖ്യമായി മത്സരിക്കണമെങ്കിൽ 9 സീറ്റുകളും 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒരു 6 മാസം മുന്നേ, കാരണം ഒരു മുന്നണി വരികയാണെങ്കിൽ ഗ്രാസ് റൂട്ടിൽ അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കാരണം ഇതുവരെ മുന്നണി ആവാത്തൊരു പഞ്ചായത്ത് എന്ന രൂപത്തിൽ. അപ്പോൾ അന്ന് നമ്മൾ ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചർച്ചയ്ക്ക് പോയിട്ട് അവർ പകുതി സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷെ 5 സീറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ലീഗിൻ്റെ പാർട്ടി തീരുമാനം അവർ പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് പോകാൻ ആ സീറ്റിന് 5 സീറ്റിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു. ഇതിനോട് അനുകൂലമായല്ല ലീഗ് പ്രതികരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ ശക്തിക്കൊത്തു വേണം സീറ്റുകൾ ചോദിക്കാനെന്ന് ലീഗ് പറയുന്നു. അതെ 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 നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ 4 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. നമ്മൾ അവരുടെ സീറ്റിൻ്റെ നിലവാരം വില കുറച്ച് കാണിക്കരുത്. 4 സീറ്റാണ് കോൺഗ്രസിനുള്ളത്, 12 സീറ്റാണ് ലീഗിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ലീഗ് ഏറ്റവും വലിയ കക്ഷി എന്ന രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് UDF ശക്തമാക്കേണ്ടത്. എന്താ പറയുക, കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി വരുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതും കൂടി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി പോയാൽ മാത്രമാണ് എന്താ പറയുക, ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതും കൂടി കോൺഗ്രസിന് പറഞ്ഞു വരേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു ആരോപണം കൂടി മുസ്ലിം ലീഗിനുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗം V. അബ്ദുറഹ്മാനൊപ്പമാണ്. പരമ്പരാഗതമായി ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് UDF സഖ്യത്തിന് തടസ്സമെന്നും അവർ പറയുന്നു. പൊന്മുണ്ടത്ത് UDF ഇല്ലാത്തതിന് കാരണം കോൺഗ്രസിലെ ചില ആളുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം V. അബ്ദുറഹ്മാന്റെ സ്വാധീനം പൊന്മുണ്ടത്ത് കോൺഗ്രസിലുണ്ട്. ചില ആളുകൾ അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് UDF സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി ചില ആളുകൾ കോൺഗ്രസിലുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല. ഒരു 80% ആളുകളും UDF മൈൻഡുള്ള ആളുകളാണ്. ചില 20% ആളുകൾ അത് വേണ്ട എന്ന രീതിയിലേക്ക് അബ്ദുറഹ്മാന്റെ സ്വാധീന പ്രകാരം നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പൊന്മുണ്ടത്ത് UDF വരാൻ ഒരു പ്രയാസമുള്ളത്. എന്നാൽ കോൺഗ്രസിൽ നിന്നല്ല, മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണ് V. അബ്ദുറഹ്മാൻ അനുകൂലമായി വോട്ട് ചോരുന്നതെന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. V. അബ്ദുറഹ്മാന്റെ സ്വാധീനം കോൺഗ്രസിനകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. V. അബ്ദുറഹ്മാന്റെ സ്വാധീനം എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്ന് നമ്മൾ ചില രേഖകൾ നമ്മൾ തെളിയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലീഗിന് 12 സീറ്റ് കിട്ടി. അവർക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് ഈ പഞ്ചായത്തിൽ കോണി ചിഹ്നത്തിലാണ് മിക്കടത്തും മത്സരിച്ചത്. ആ വോട്ട് നിയമസഭയിൽ ലീഗിന് കിട്ടുമായിരുന്നെങ്കിൽ താനൂരെ MLA ഫിറോസ് ആകുമായിരുന്നു. അബ്ദുറഹ്മാനാണ് ആയത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആ വോട്ടുകൾ ലീഗിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ലീഗ് വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ്റെ സ്വാധീനം ആ പൊന്മുണ്ടത്തെ ലീഗിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. UDF ജില്ലാ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം BJP-യും എല്ലാം നേർക്കുനേർ പോരാടുന്ന സാഹചര്യമാകും പൊന്മുണ്ടത്ത് ഉണ്ടാവുക. പൊന്മുണ്ടത്തെ ലീഗ് കോൺഗ്രസ് പോര് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ബാധിക്കുന്നത്. 2016 മുതൽ താനൂർ മണ്ഡലം ഇടതുപക്ഷം ജയിക്കുന്നത് UDF-ലെ ഈ ഭിന്നത കൂടി മുതലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് UDF-ന് മുമ്പിലെ ഒരു തലവേദനയാണ്. പൊന്മുണ്ടത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. പൊന്മുണ്ടത്ത് ഇത്രയും കാലം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് ലീഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സമവായ ശ്രമമൊക്കെ നടക്കുന്നു. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇത്തവണ? അശ്വതി, ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒരുമിച്ചുള്ള ഒരു സഖ്യധാരണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യത കുറവാണ് എന്ന് തന്നെ വിലയിരുത്തുവാൻ. സ്വാതന്ത്ര്യാനന്തരം ഒരിക്കലും ഇവിടെ UDF-ന്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുന്നണി ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അവിടുത്തെ കോൺഗ്രസിന്റെ ചരിത്രവും ലീഗിന്റെ ചരിത്രവും അപ്രകാരം വേറിട്ട് അടയാളപ്പെടുത്തുന്നതാണ്. മുൻപൊക്കെ ഇങ്ങനെ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ തന്നെയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമെന്നുള്ളൊരു ആശങ്കയിലേക്കാണ് എത്തുന്നത്. നിലവിലെ പൊന്മുണ്ടത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ 18 സീറ്റാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിഭജനത്തിന് ശേഷം അവിടെയുള്ളത്. അപ്പോൾ അതിൽ 9-9 എന്ന അടിസ്ഥാനത്തിൽ നൽകണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഒപ്പം തന്നെ 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകണം. എന്നാൽ ഇതിനോട് അനുകൂലമായിട്ടല്ല. കാരണം നിലവിൽ 4 സീറ്റേ കോൺഗ്രസിനുള്ളൂ. പിന്നെ
എന്തടിസ്ഥാനത്തിലാണ് അവർ 9 സീറ്റ് ചോദിക്കുന്നത് എന്നാണ് ലീഗിന്റെ മറുവാദം. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ ആവശ്യം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിനും അതേപോലെ മറ്റ് തലങ്ങളിലെ നേതൃത്വത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ജില്ലാ നേതൃത്വം ഇടപെടണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന് ഇടപെടലിനും പക്ഷേ ഇത്രയും സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു ഒത്തുതീർപ്പിന് സാധ്യത കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുക തന്നെയാകും ഇത്തവണയും ഉണ്ടാവുക. മാത്രമല്ല അവിടെ പ്രാദേശികമായിട്ട് പരസ്പരം മത്സരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവം കാലങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ സഖ്യധാരണയിൽ പോകുന്നതും അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വവും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അനന്തര ഫലം വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. 2016 മുതൽ അവിടെ താനൂരിലെ വി അബ്ദുറഹ്മാനാണ് അവിടുത്തെ താനൂർ എം എൽ എ. താനൂരിൻ്റെ ഭാഗമാണ് പൊന്മുണ്ടം. വി അബ്ദുറഹ്മാൻ കോൺഗ്രസിൽ നിന്ന് പോയ ഒരു നേതാവാണ്. ഇടത് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആ ഒരു മേഖലയിലുണ്ട്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. 2016 പൊന്മുണ്ടം കോൺഗ്രസ് രൂപീകരിക്കലും പിന്നീട് മറ്റ് കോൺഗ്രസുമായിട്ടുള്ള ഭിന്നത വരലും ആര്യടൻ മുഹമ്മദ് അന്ന് ഇത് മുൻകൈയെടുത്ത് പരിഹരിച്ച് വിമതരായി നിന്നവരെ ഒപ്പം ചേർക്കലും ഒക്കെ ഉണ്ടായൊരു ചരിത്രം കൂടി പൊന്മുണ്ടത്തെ കോൺഗ്രസിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കോൺഗ്രസിലുള്ള ഈ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ അത് വി അബ്ദുറഹ്മാൻ കൃത്യമായി മുതലെടുക്കുകയും അവിടെ UDFന്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. എന്നാൽ കോൺഗ്രസും അതിന് മറുപടി പറയുന്നത് അത് വോട്ട് ചോരുന്നത് കോൺഗ്രസ് നല്ല ലീഗിൽ നിന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ സമവാശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാനുള്ളതുകൊണ്ട് ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ പരസ്പരം മത്സരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ചർച്ചകൾ ഫലം കാണില്ല എന്ന് ഇരു നേതൃത്വങ്ങൾക്ക് അറിയുന്ന സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പൊന്മുണ്ടത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.